ആശ കൈവിട്ടതോടെ സമരം ശക്തമാക്കിയ ആശാവർക്കർമാർ സമരം 41ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന നിരാഹാര സമരം 3ാം ദിവസത്തിലേക്കും കടക്കുമ്പോൾ സമരവീര്യത്തിന് ഒട്ടും കുറവില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് നിരാഹാര സമരവുമായി ഇവർ മുന്നോട്ടു പോകുന്നത്. സർക്കാർ അവഗണനയ്ക്കെതിരെ കരുത്തുകാട്ടിയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പിന്നാലെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാപ്രവർത്തകർ കടന്നത്. 3 ദിവസം തുടർച്ചയായി നിരാഹാര സമരം ഇരുന്നതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ പോലും സമരത്തിൽ നിന്ന് പിന്മാറാൻ ഇവർ തയ്യാറല്ല. ഞങ്ങളുടെ ഒരു നിരാഹാരം ഇരുന്ന ശ്രീമതി ഷീജയെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ ഡോക്ടറുടെ നിരീക്ഷണത്തിലാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ തിരിച്ചു വന്ന് നിരാഹാരം തുടരുന്നതായിരിക്കും. ആശമാരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയ സർക്കാർ ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ഉത്തരവിറക്കി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിടിവാശിയല്ല ചർച്ച പരാജയപ്പെടാൻ കാരണം. സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് മന്ത്രി MV രാജേഷിന്റെ പരാമർശത്തിൽ ആശമാരുടെ മറുപടി ഇങ്ങനെ: ഞങ്ങൾക്ക് ശാഠ്യമൊന്നുമില്ല. ഗവൺമെന്റ് കഴിഞ്ഞ തവണ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ചും ഒരു ചർച്ചയും നടത്താതെ മറ്റു ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യുകയും ഞങ്ങളോട് പിരിഞ്ഞു പോകണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ പിരിഞ്ഞു പോകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശാഠ്യമുണ്ട്. ഞങ്ങളത് പിരിഞ്ഞു പോകുന്നില്ല. അതാണ് ഞങ്ങളുടെ ശാഠ്യം. ഞങ്ങളുടെ ഉന്നയിച്ചിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളും അതിനോട് ചേർന്നുള്ള അനുബന്ധ ആവശ്യങ്ങളുണ്ട്. അത് നേടിയെടുത്ത് ഉത്തരവായിട്ടേ പിരിഞ്ഞു പോകൂ എന്ന ശാഠ്യം ഞങ്ങൾക്കുണ്ട്. ആശമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിമർശനം സർക്കാർ കടുപ്പിക്കുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ നിരാഹാര സമരം മുന്നോട്ട് പോകാനാണ് തീരുമാനം. മരണം വരെ സമരം തുടരുമെന്നാണ് പറയുന്നത്. സമരസമിതി നേതാവ് MA ബിന്ദുവും 2 ആശാവർക്കർമാരും അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ നിരാഹാര സമരത്തിനിടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഷീജ എന്ന ആശാവർക്കറെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഇന്നലെ മാറ്റിയിരുന്നു. എന്തുവന്നാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് സമരക്കാരുടെ ഉറച്ച നിലപാട്. ജനം, തിരുവനന്തപുരം.